ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസം മഴ തുടർച്ചയായി പെയ്തിട്ട് ഇന്നൊരു ശകലം വെയിൽ പോലെ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ അങ്ങനെയാണ്? സാധാരണ ഈ മഴയ്ക്ക് ഏതാണ്ട് ഒരു തിരിച്ചറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ നാളുകളായിട്ടുള്ള ഈ മഴയുടെ ഒരു സമയത്ത് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു ചെറിയ തെളിച്ചവും വെയിലും ഒക്കെ കൊടുക്കും. കാരണം ഒരാഴ്ച ആൾക്കാർ ജോലിക്കും പഠിക്കാനും ഒക്കെ പോകുന്നതല്ലേ, അവരുടെ തുണിയൊക്കെ നനച്ചുണങ്ങണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്കൂൾ പിള്ളേർക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും തന്നെ അവധിയായിരുന്നു. കാരണം എല്ലായിടത്തും ഭയങ്കര വെള്ളമാണ്. ഈ പിള്ളേർ ഇപ്പം പോകുന്ന വഴി വെള്ളം ഇല്ലെങ്കിലും വഴി സൈഡിലൊക്കെ വെള്ളമുണ്ട്. അതിനകത്തോട്ട് ആദ്യം കാലിൻ്റെ വിരൽ ആദ്യം മുട്ടിക്കും, പിന്നെ കാലിച്ചിരി ഇറക്കി മുട്ടിക്കും, പിന്നെ അവിടെ ഇരുന്നിട്ട് വെള്ളത്തിലോട്ട് കാലിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പം വഴുതി പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് പിള്ളേർക്ക് അപകടം വരരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു ആഴ്ചക്കാലം ഏകദേശം പിള്ളേർക്ക് നന്നായി അവധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ അവധിക്കാലം നന്നായി അവർ ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഈ റെക്കോർഡ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ എഴുതി വെക്കാനുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ വരുമല്ലേ, അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ അവർക്ക് വിനിയോഗിക്കാം. അപ്പം ഞാനിവിടെ കുറേ ദിവസമായിട്ടാണ് ഈ ടെറസിലോട്ട് കയറി വന്നത്. കാരണം ഈ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പം ടെറസ് ഈ സിമെൻ്റ് ഇട്ട ടെറസല്ലേ, അപ്പോൾ അവിടെ പെട്ടെന്ന് ഈ പൂപ്പലും പായലും വഴുക്കലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടർച്ചയായി മഴ നിൽക്കുക. അതേസമയം നന്നായിട്ടൊരു വെയിൽ കിട്ടുവാണെങ്കിൽ ഈ ഉണ്ടായ പായൽ കോൺക്രീറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നത് പോലെ പോകും. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ശല്യമില്ല. വെയിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വൃത്തിയാക്കാനും കുഴപ്പമില്ല. പക്ഷേ ഈ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ പായൽ ഇങ്ങനെ പിടിക്കും. ഇനി ഇതിലേ കൂടെ ഒക്കെ കയറി നടന്നിട്ട് വല്ല വീഴുവോ എല്ലാം ചെയ്തെങ്കിൽ ഓണക്കാലം വരുമല്ലേ, നമുക്ക് കൃഷിയൊക്കെ ചെയ്യണ്ടേ, പച്ചക്കറിയൊക്കെ വിളവെടുക്കണ്ടേ. അത് കാരണം ഞാൻ ഇങ്ങോട്ട് അങ്ങനെ കയറി വരെ ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആ പയർ ഒത്തിരി ഇങ്ങനെ മഴ തുടർച്ചയായിട്ട് പെയ്തിട്ട് ഈ അഴുകി പോകുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് പറിച്ചെടുത്തേക്കാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഒത്തിരിയും പേർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറേ അധികം ആളുകൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇങ്ങനെ നമുക്ക് നല്ല വിളവ് കിട്ടുന്നത് കാണുമ്പോൾ നമുക്കും കൃഷി ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ ഈ തുടർച്ചയായ മഴയെന്ന് പറയുന്നത് ഈ പച്ചക്കറികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അഴുകൽ രോഗമൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് സൂക്ഷിക്കാവുന്നിടത്തോളം സൂക്ഷിക്കാം. അതെങ്ങനെയൊക്കെ വേണമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ മറ്റ് ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വാ, ഇത് നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ ചെടിയാണേ. ഇത് കണ്ടോ, ഇഷ്ടംപോലെ എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചില ആളുകളൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ വിളവെടുക്കുമ്പോഴത്തേക്കിന് ആ സന്തോഷം കൂടിയിട്ട് ചാടിത്തുള്ളും, കൂവിക്കാറുകയും ചാടിത്തുള്ളുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവിടെ എല്ലാം അടുക്കൽ പിടിച്ച് കിടക്കുവാണ്. ചാടിത്തുള്ളുമ്പോൾ ചിലപ്പോൾ അടിച്ചു കെട്ടി വീണ് നടുവ് പോയെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഞാൻ ചാടിത്തുള്ളലും കൂവിക്കാറിലും ഒന്നും നടത്തുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ ഈ പഠിക്കുന്ന സമയത്തെ 4ാം ക്ലാസ്സിലാണ് എനിക്ക് തോന്നുന്നത്, ഇത് നല്ലൊരു പാഠം, കാലനില്ലാത്ത കാലമെന്നും പിന്നെ മഹാന്മാരെന്നൊക്കെ പറഞ്ഞൊരു മഹാന്മാരൊരു കവിതയായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് ആൾക്കാർ പറയുന്നത് എന്നാണെന്നറിയോ, കവിത രചിച്ചിരിക്കുന്ന ആൾ അതിനകത്ത് അങ്ങേരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുക. മഹാന്മാരങ്ങനെയൊന്നും പെട്ടെന്ന് ഓരോ കാര്യം കണ്ടാലും പെട്ടെന്ന് ഇളകുകയില്ല, മനസ്സങ്ങനെ ചാഞ്ചല്യപ്പെടുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാനും മഹതിയൊന്നും അല്ലെങ്കിലും ഇതൊക്കെ പഠിക്കുകയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചാടിത്തുള്ളലൊക്കെ ഭയങ്കര മടുപ്പുമാണ് കേട്ടോ. ഇതുണ്ടോ, കിടുക്കാച്ചി സാധനം. അതേപോലെ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് നല്ലതാട്ടോ. ഇച്ചിരി വലിപ്പം വെച്ചാലും അതിന് അതിനകത്തെ വിത്തുകളുണ്ടല്ലോ, വിത്തുകൾ മൂത്ത് പോകത്തില്ല. അടത്തിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇനി ഇതിൻ്റെ മേളിലോട്ടൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം പറിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പറിച്ചാൽ നമുക്ക് തിന്നാൻ പാടല്ലേ. ഇത് ഇവിടെ ഒരു ചെറുതുണ്ടായി കിടക്കുന്നുണ്ടോ. ഇതൊക്കെ വലുതായി വരട്ടെ കേട്ടോ. അപ്പം നോക്കൊക്കെ കണ്ടോ, ഇത്രയും സാലഡ് കുക്കുംബർ കിട്ടി. പയറാണേ, വയലറ്റ് നീളൻ പയറാണ്. ഈ മഴ തുടർച്ചയായിട്ട് പെയ്യുന്നത് പയറുകൾക്ക് അത്ര നല്ലതല്ല. പെട്ടെന്ന് ചെടിയുടെ ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വിളവെടുത്തപ്പോൾ എടുക്കാൻ പറ്റാഞ്ഞ അതേ പഴുത്ത് ഉണങ്ങിയൊക്കെ കിടക്കുവാണ്. പക്ഷേ അന്നത്തെ പയർ ഞാൻ പറിച്ചുകൊണ്ട് പോയില്ലേ, നല്ല സൂപ്പറായിട്ടായിരുന്നു കേട്ടോ തോരൻ. ശരിക്കും നമ്മൾ ഈ പണ്ടൊക്കെ പയറൊക്കെ കപ്പയുടെ ചോട്ടിലൊക്കെ നമ്മൾ പയറിടുകയല്ലേ, എന്നിട്ട് ആ പയറൊക്കെ പറിച്ച് തോരൻ വെച്ച് തിന്നിട്ടുള്ളവർക്കറിയാം. ഇപ്പോഴത്തെ പയർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തോരൻ വെക്കുമ്പോൾ ആ ടേസ്റ്റ് ഇല്ല. എന്നാൽ ആ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് പയർ, ഇതൊക്കെ കണ്ടോ അരിഞ്ഞിടാൻ പാകത്തിനുള്ളതാണ്. ഇതുപോലത്തെ പയറുകൾ അരിഞ്ഞിട്ടിട്ട് കുറച്ച് പഴുത്ത പയറുകൾ അല്ലെങ്കിൽ മൂത്ത പയറുകൾ ഉണ്ടായിരുന്ന അത് അരിഞ്ഞിട്ടാലും മതി. ആ നല്ല ടേസ്റ്റ്, ആ പയർ മുറിയുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് അത്. ആ വിത്തുകൾ അതിനകത്ത് വരത്തില്ലേ,
അത് മുറിയുമ്പോഴാണ് അത്തരത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം നമുക്കിതേ കുറച്ച് പയറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പയറിന്റെ സൈഡിലോട്ട് പോകാം. ഇവിടെ ഇപ്പം നമുക്ക് ഓണത്തിന് പയർ പറിക്കണ്ടേ, ആ പാകത്തിനുള്ള പയറുകളും ഉണ്ട്. ഇപ്പം കായ്ച്ചു നിൽക്കുന്ന പയറും ഉണ്ട്, കിളുത്ത് വന്നിരിക്കുന്ന പയറും ഉണ്ട്. എല്ലാ പാകത്തിലുള്ള പയറുകളും ഒരേ സമയം നമ്മൾ വളർത്തിയാലേ നമുക്ക് സ്ഥിരമായിട്ട് പറിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ വെണ്ട അന്ന് ഞാൻ പറഞ്ഞില്ലേ പൈപ്പിനകത്ത് നട്ടത്, എന്തിനാ ഞാൻ പൈപ്പിനകത്ത് നട്ടതെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉറുമ്പുണ്ട് ഇവിടൊക്കെ. മുകളിൽ നിന്ന് നമ്മൾ ആ പയറ് പറിച്ചപ്പം പയറിൻ്റെ പയറുമണി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മഴ പെയ്തിട്ട് ഈ തോട് ആവിയും അങ്ങനെ വന്നതാണ്. അപ്പം എന്തേ നമ്മുടെ വെണ്ട ഉണ്ടോ നല്ല കിടുക്കാച്ചായിട്ട് വരുന്നുണ്ട്. ആയിട്ടില്ല, നമുക്ക് അവിടെ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മത്തയാണേ. അന്ന് നമ്മൾ പറഞ്ഞില്ലേ മത്തയ്ക്ക് പുതിയ ഇലകൾ വരുന്നില്ല, നാമ്പ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ട് വളർന്നു. ദേ അതിൽ നിന്നൊരു വള്ളി ഇങ്ങനെ കയറി വന്ന് ദേ ഇവിടെ കണ്ടോ മത്തയുടെ കണ്ടോ കായുള്ള പൂ കണ്ടോ, പെൺപൂവാണ്. ചിലപ്പോഴാണെങ്കിൽ ഇത് വിരിഞ്ഞ് കായായി കിട്ടുമായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല പച്ചക്കറി കൃഷിയുടെ കാര്യത്തിലെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇത് ഞാൻ 2-3 കവർ എടുത്തോണ്ട് വന്നിട്ടുണ്ടേ. ഇവിടെ എവിടെയോ 1-2 പാവയ്ക്ക പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമുക്കൊരു കൂടിട്ട് കൊടുക്കണം. ഇത് കണ്ടോ ഒരെണ്ണം കണ്ടോ, ഇത് കണ്ടോ. അപ്പം ഇതിനെ ഞാൻ ഇങ്ങനെ ഒരു കൂടിട്ടിട്ട്, കാരണം ഈ പാവയ്ക്കയിൽ ഏറ്റവും പെട്ടെന്ന് കീടം പിടിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. മറ്റ് കായ്കളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ പീച്ചിലിന് ഒരു കവറും ഇട്ടില്ലേലും കുഴപ്പമില്ല, പീച്ചിലേൽ അങ്ങനെ കീടം പിടിക്കത്തില്ല. പിന്നെ ഈ വെള്ളരിയൊക്കെ ആണെങ്കിൽ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കവർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പാവയ്ക്ക മുകളിലാണേ, ഞാൻ സ്റ്റൂൾ എടുത്തുകൊണ്ട് വരട്ടെ, എന്നിട്ട് അതിന് മേളിൽ കയറി നിന്നിട്ട് വേണം അതൊന്ന് കെട്ടിക്കൊടുക്കാൻ. ഇതുപോലെ കവർ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടുന്ന ഒരു പാവയ്ക്കയാണേ. അതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്ന ഹൈബ്രിഡ് പാവലിൻ്റെ വിത്താണ്. ഹൈബ്രിഡ് പാവലിൻ്റെ കായ്കളെല്ലാം തന്നെ വെള്ളയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇനി പച്ച ഉണ്ടാകുന്നുണ്ട്. അത് സാധാരണ ഈ പച്ച നിറത്തിലുള്ള പാവയ്ക്കയെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നോർത്ത് ഇന്ത്യക്കാരാണ്, നമ്മളല്ല. അവർക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ വെള്ളപ്പാവലിനോട് അത്ര പ്രിയയില്ല. അവർക്ക് നല്ല കറുത്തിരുണ്ട നിറത്തിലുള്ള പാവലിനെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെ അവനെ ഒന്ന് കെട്ടിയിട്ട് കഴിഞ്ഞാൽ വലിയ ശല്യം വരികയില്ല. പിന്നെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഇവിടെ ഒരു പാവയ്ക്കുണ്ട് കണ്ടോ, ഇതിനേക്കാൾ കുറച്ചും കൂടെ വലുതായ ഒരു പാവൽ അവിടെയുണ്ട്. അപ്പം ഞാൻ ആകെ 3 കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പം അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പാവലിനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഈ മഴ പിടിച്ചിട്ട് നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് ഒരു കീടനാശിനിയുടെ കാര്യം പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട്, ഒരു ജൈവ കീടനാശിനി അത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും കാര്യമായൊരു കീടശല്യം ഇവിടെ ഇല്ല. ഈ സാധാരണയാണെങ്കിൽ നമുക്ക് പാവലെന്ന് പറഞ്ഞാൽ പാവലയിൽ എപ്പോഴും ആമവണ്ട. അപ്പോൾ ആമവണ്ട് വരാതിരിക്കാനും ആമവണ്ടിൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് ചെടികളെ രക്ഷിക്കാനും ഉള്ളൊരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോ കേട്ടോ. ഈ മഴക്കാലത്ത് ആമവണ്ടിൻ്റെ ശല്യം കൂടുതലായിരിക്കും. ഈ മഴക്കാലത്ത് നന്നായി ഉണ്ടാകുന്നതാണ് ഈ വരയൻ പീച്ചിൽ. ഈ വരയൻ പീച്ചിലാണെങ്കിൽ ഇതിൻ്റെ ഈ വര നല്ലോണം ചെത്തിക്കളഞ്ഞിട്ട് നല്ല തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടി വെക്കാനും ചാറുകറി വെക്കാനും ഒക്കെ നല്ലൊരു സാധനമാണ്. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് വരയൻ പീച്ചിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം വിളവെടുത്തു. പിന്നെ ഇത് അതിനു മുമ്പുണ്ടായതാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ടോ, ഇത് നല്ലോണം വിളഞ്ഞു കിടക്കുക. അത് അവിടെ കിടന്നോട്ടെ, നമുക്ക് വിത്തിനെടുക്കാം. പിന്നെ ഇതുപോലെ ഉണ്ടായിരിക്കുന്നുണ്ടോ, ഇഷ്ടംപോലെ എണ്ണം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴാണ് അവർ നല്ല നീളം വെച്ച് വരുന്നത് കേട്ടോ. വിലങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ താഴോട്ട് കിടക്കുന്ന കവർ ഇട്ടില്ലേലും ഈ വരയൻ പീച്ചിലിന് ഒരു ശല്യവും വരത്തില്ല. അപ്പം നമുക്കൊരു 1-2 വരയൻ പീച്ചിലും കൂടെ പറിച്ചിട്ട് വരാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരെണ്ണം പറിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് പോയിട്ടൊന്നും വലിയ കാര്യമില്ല. കണ്ടോ, ഇതേണ്ട അങ്ങ് സൈഡിലോട്ടൊക്കെ കിടക്കുന്നുണ്ടോ, ആ അരികം വഴിയുണ്ട്, ഇതേണ്ട അവിടെയുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇഷ്ടം പോലെ വരയും പീച്ചിൽ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ മഴക്കാലത്ത് ചെടി വളർന്നു നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ മഴയ്ക്കനുസരിച്ച് ഇവർ ഉണ്ടായിക്കോളും, നന്നായിട്ടുണ്ടാവും. പിന്നെ വേറൊരു കുഴപ്പമാണ്, ഇത് കണ്ടോ ഈ ചെടി, ഇവരുടെയൊക്കെ വളർച്ച കുറഞ്ഞു പോയി. തുടർച്ചയായിട്ട് മഴ പെയ്ത മണ്ണിൽ നിന്ന് ഈ വളമെല്ലാം ഒലിച്ചു പോയിട്ടായിരിക്കും അവർക്ക് വളർച്ച കുറയും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതുപോലെ ചെടികൾ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഇളക്കിയിട്ട് ചുവട്ടിലോട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ വളമാണ്. ഇത് എല്ലുപൊടിയും അതുപോലെ വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും ചേർന്നിട്ടുള്ള ഒരു മിക്സ് ചെയ്ത വളമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. കണ്ടോ, ഇത് നമ്മളിവിടെ മഴയൊന്നും ഇല്ലാത്ത സമയത്തുണ്ടാക്കി നനയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മണ്ണാണ്. നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അവരവിടെ നിന്ന് വളർന്നോളും.
അതുപോലെ തന്നെയാണ് ഇത് ഒരു ചൂട് മത്തയാണ്. അപ്പോൾ അതിൻ്റെയും ചുവട്ടിലോട്ട് നമുക്ക് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മണ്ണിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ഉണങ്ങിയ സാധനങ്ങളെല്ലാം ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് വേണം എനിക്ക് മണ്ണിട്ട് കൊടുക്കാൻ. ഇത് കണ്ടോ, തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പം തക്കാളിക്ക് വരുന്നൊരു കുഴപ്പമാണ്, മോളി നിലകളെല്ലാം അഴുകിപ്പോകും. അപ്പോൾ ഒരു കറുപ്പ് പോലത്തെ നിറം വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. ഞാൻ ഇവിടുന്ന് ഇപ്പം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ അത്രയും ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് നിന്നിരുന്ന തക്കാളിയാണ്. ഇതിനെല്ലാം കുഴപ്പമുണ്ട്. ഇതിൻ്റെ വേണമെങ്കിൽ നമുക്കൊന്ന് മണ്ട നുള്ളി നോക്കാം. പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ബോഡാക്സ് മിക്സ്ചർ കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ജൈവമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സ്യൂഡോമോണാസ് കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ സമയത്ത്, ഇതിപ്പോൾ കായും പൂവൊന്നും ഇല്ലാത്തൊരു സമയമാണല്ലോ, ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബോഡാക്സ് മിക്സ്ചറാണ്. ഇതേപോലെ തക്കാളി നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി ആ സമയത്ത് നിങ്ങൾ അതിന് എന്താണ് ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെയുള്ളൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ മഴയാണ് വരുന്നതെങ്കിൽ ഞാനിവിടെ റെയിൻ ഷെൽട്ടർ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. പല ആളുകളും പറയും റെയിൻ ഷെൽട്ടർ ചെയ്യുമ്പോൾ അകത്ത് ചൂട് കൂടുതലാണ്, വിള മോശമാകും, വെയിൽ കുറയും. നമ്മൾ എത്ര നിലവാരമുള്ള ഷെൽട്ടറിൻ്റെ മെറ്റീരിയൽ മേടിച്ചിട്ടാലും അതേലെ ഫംഗസും പൂപ്പലും എല്ലാം ഉണ്ടായി പായൽ പിടിക്കുന്ന പോലെ വരും. അപ്പം സൂര്യപ്രകാശം നന്നായിട്ട് അകത്ത് കയറാതെ വരും. അപ്പോൾ വിളവൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരുടെ അഭിപ്രായമായിട്ടാണ് ഞാനിവിടെ ഈ ടെറസിൽ ഈ ഡ്രസ് വർക്ക് ചെയ്ത് കൊടുക്കാതിരുന്നത്. ആ ഡ്രസ് വർക്ക് എന്നല്ല നമ്മൾ അതിന് പറയുന്നത്, റെയിൻ ഷെൽട്ടർ. അപ്പം ഇനി ഇതേപോലത്തെയാണ് അവസ്ഥയെങ്കിൽ നമുക്കൊന്നും വിളവ് കിട്ടാതെ വരും. പച്ചമുളക് ശരിയാകത്തില്ല, അതുപോലെ തന്നെ തക്കാളി ശരിയാകത്തില്ല, പല വള്ളിച്ചെടികളും ശരിയാകത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറ്റുന്നത് ഇതുപോലെ റെയിൻ ഷെൽട്ടർ ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നാൽ ഒരു വെയിലടിച്ചാൽ ഇവർക്കെല്ലാം തളർച്ചയും ക്ഷീണവുമാണ്. പച്ചമുളകുണ്ട്. അപ്പം 5-6 പച്ചമുളക് നമുക്ക് പറിക്കണം. അപ്പം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചിലതിനൊക്കെ ആ മുരടിപ്പ് പോലൊക്കെ വന്നായിരുന്നു, പക്ഷെ അത് വീണ്ടും മാറി നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ മുളക് കാണുന്നുണ്ടോ? കുറേശ്ശെ മുളകുണ്ട്. അത് ഞാനിങ്ങനെ പറിച്ചെടുക്കുക. അത് ഞെടുപ്പേ പിടിച്ച് അടർത്തിയെടുത്തോണം, ഈ ഒടിച്ചെടുക്കുന്ന പോലെ അടർത്തിയെടുത്തോണം. അതല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ പൂവൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കമ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ പോവും. അങ്ങനെ വരാതെ സൂക്ഷിച്ച് വേണം പച്ചമുളക് വിളവെടുക്കാൻ. കാരണം ഈ സമയത്തൊരു പച്ചമുളക് പിടിപ്പിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വെള്ളം തുടർച്ചയായിട്ട് വീണ് കഴിഞ്ഞാൽ പച്ചമുളക് പെട്ടെന്ന് അഴുകിപ്പോവും. അഴുകൽ രോഗം പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ചെടിയാണ്. കണ്ടോ, അവിടുന്ന് ഇവിടുന്ന് 5-6 എണ്ണം പറിച്ചപ്പോൾ തന്നെ ഒരു കൈ നിറച്ച് വന്നിരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ കുറച്ചെണ്ണം കൂടെ ഒന്ന് പറിക്കട്ടെ. ചിലതേലൊക്കെ നമുക്ക് അങ്ങോട്ട് പഴുത്തു പോയിരിക്കും കേട്ടോ, ഇങ്ങോട്ട് കയറി വരാനൊക്കെ പറ്റാതെ വന്നിട്ട്. ഇത് ഈ മുളകിൽ കണ്ടോ, ഇത് മുളകുണ്ടോ, കണ്ടോ, നന്നായിട്ട് മുളകുണ്ട് കേട്ടോ. പക്ഷേ ഒന്ന് ചെടി നിലനിന്ന് കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഉള്ളത് മുഴുവൻ കൂടെ പറിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു 5-6 എണ്ണമൊക്കെ ഞാൻ പറിക്കുക. നല്ലോണം മൂത്തത് നോക്കി. ഇനി നമുക്ക് ഓണമല്ലേ വരുന്നേ, അന്നേരം പച്ചമുളക് വേണ്ടേ നമുക്ക് കിച്ചടിയൊക്കെ വെക്കാനും പച്ചടിയൊക്കെ വെക്കാനും. കണ്ടോ, ഇതുണ്ടോ, ഇത്രയും പച്ചമുളക് പറിച്ചിട്ടിട്ടുണ്ട്. വേണേ ഒരു 5-6 കൂടെ പറിച്ചേക്കാം. ഏറ്റവും വിളഞ്ഞത് നോക്കി ഉണ്ടോ, ഇല ഒടിഞ്ഞു പോരുന്നുണ്ടോ. ഇങ്ങനെ ഇല ഒടിയാതെ പരമാവധി ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പറിച്ചെടുക്കാൻ കേട്ടോ. അതല്ലെങ്കിൽ നീ കായ ഉണ്ടാകാനും, പൂ നിന്നാലല്ലേ ഉള്ളൂ കായ ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഞാൻ ഇത്ര തന്നെ പറിക്കുന്നുള്ളൂ. ഇനി ഇഷ്ടംപോലെ മുളകുണ്ട്. ഇതേ കണ്ടോ, കാണാവോ, കണ്ടോ, ഇഷ്ടംപോലെ മുളകുണ്ട്. ഇതേണ്ട നമ്മുടെ വെണ്ടതേ ഇവിടെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു ഏറ്റവും താഴേന്ന് 2-3 വെണ്ടയ്ക്ക് നമ്മളങ്ങോട്ട് വിളവെടുക്കുവാണേ. കാരണം അതവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മൂത്ത് വരാനായിട്ട് എടുക്കുന്ന ഒരു ചെടിയുടെ ആരോഗ്യം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവരെ അങ്ങോട്ട് വിളവെടുക്കുന്നത്. നമുക്ക് സാമ്പാർ വെക്കാനായിട്ടും ഒക്കെ വെണ്ടയ്ക്ക വേണ്ടേ. അപ്പം ഈ ഒരു ചെടിയിലേതാണ് ഞാൻ പറിച്ചെടുത്തത്. മറ്റത്തിലൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പഴയ മൂടുവെണ്ടയും ഇവിടെ നിപ്പുണ്ട്, പൂവൊക്കെ ആയി വരുന്നു. ചിലപ്പോഴാണ് നമുക്ക് ഓണത്തിന് പറിക്കാനായിട്ട് കിട്ടുമായിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വിളവെടുത്തത് ഈ പയറേന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞു പയറുകളൊക്കെയാണ് പിന്നെ ഉണ്ടായി വന്നിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റിയതാണേ കൂർക്ക. എത്ര വെള്ളം വീണാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഈ മഴയൊന്ന് ഒതുങ്ങുമ്പം നമുക്ക് അതിൻ്റെ ചൂടിളക്കി ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണ് വെട്ടി കൂട്ടി കൊടുക്കണം. അപ്പം നല്ലോണം വെള്ളം ഉണ്ടാകും. ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും. ഇത് നമ്മുടെ ബാരി സ്വീറ്റ് ഓറഞ്ച് നമ്മളന്ന് നട്ടുപിടിപ്പിച്ചതാണേ. ഇത് നന്നായി തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നൊരു പച്ചച്ചീരയാണേ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ കളയുന്നില്ല. ഒരു ജോടി ചീര പറിച്ചാൽ നമുക്കൊരു നല്ല കറി വെക്കാം പരിപ്പൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് ഞാനത് കളയാതെ നിർത്തിയിരിക്കുക. ഇത് നന്നായി വളരുന്നുണ്ട് കേട്ടോ, നല്ലപോലെ തളിരിലയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ, ഇത് നമ്മുടെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ ചേർന്നിരിക്കുന്ന വളമാണ്. ഒരു പിടി മാത്രം ഞാൻ ഇട്ട് കൊടുത്തതിൻ്റെ അളവ് കണ്ടല്ലോ, അത്ര ഇട്ടിട്ട് അപ്പം ചെയ്യുന്നതെന്നാണെന്നറിയോ, ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് അതുപടിയാണ്. ഇതുപോലെ കുറച്ച് തണ്ടുബലം ഒക്കെ ഉള്ള ചെടികൾക്കാണെങ്കിൽ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഒരിക്കലും ഈ ചെടിയുടെ തണ്ടേ മുട്ടരുത്. അപ്പം ഞാൻ കുറച്ച് വളം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അഴുക്കായി തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം അഴുകി തുടങ്ങിയ വളമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റുവാണേ, കണ്ടോ. അപ്പം തണ്ടേ മുട്ടാതെയാണ് നമ്മൾ സൂക്ഷിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഈ വേസ്റ്റ് ഇട്ടതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇവിടുത്തെ ഈ നമ്മുടെ ടെറസിൽ തന്നെയുള്ള ചെടികളുടെ ഇലകളാണ്, അത് കുറച്ചങ്ങോട്ട് ഇട്ടു. നമ്മൾ അന്ന് ചെടി നടുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് മണ്ണിട്ടാണ് നടുന്നത്. പിന്നെ അന്നും ഇതുപോലെ കരിയിലയൊക്കെ ഇട്ട് നട്ട കാരണം മണ്ണിന് ഇരുത്തം വരുമെന്നൊക്കെ നമ്മളന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മണ്ണിന് ഇരുത്തം വന്നെയാണ് ഇതൊരു കാൽ ഭാഗത്തിലേക്ക് താന്നു പോയിരിക്കുക. ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് മണ്ണിടും. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വേസ്റ്റ് എല്ലാം പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറിക്കോളും കേട്ടോ. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കാനില്ല. മഴയില്ലാത്ത സമയമാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചോണം. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നതിന് എങ്ങനെയാണെന്നറിയോ, ഈ വേസ്റ്റിനെ വളമാക്കാൻ നമ്മൾ താഴെ ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. അതല്ല നമ്മൾ ടെറസിലേക്ക് ഇതിനെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബാ, ഇതല്ലെങ്കിൽ നമ്മൾ 10 പൈസ പോലും മുടക്കാതെ വളം ഉണ്ടാക്കുന്ന മറ്റൊരു രീതി ഞാനിത് നിങ്ങൾക്ക് കാണിച്ചൊക്കെ തന്നിട്ടുള്ളതാണേ. ഇതുപോലെ ഇവിടെ ഒരു പാത്രം ഇരിപ്പുണ്ട് കണ്ടോ, അതിനകത്ത് മാങ്ങാണ്ടിയൊക്കെ കിടന്നിട്ട് കിളുത്തും കൂടെ വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ട് വെക്കും, കണ്ടോ. അപ്പം എത്ര അഴുകിയ വളമാണേലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്തോട്ടൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇതങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വളം വരുന്നത് കാണണോ നിങ്ങൾക്ക്? ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കണ്ടോ, ഇതിനകത്തേക്ക് ഒഴുകി വീഴും ഇതിൽ നിന്ന് വെള്ളം. ഇതങ്ങ് അടച്ചു വെച്ചേക്കും കണ്ടോ. അപ്പോൾ അത് മുഴുവനും ഇരുന്ന് ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വളമാവും. പിന്നെ ഇങ്ങനെ ഒഴുകി വീഴുന്ന വളത്തിനെ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാലേ, അപ്പോൾ ഇത് വീണുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ശകലാണേലും നഷ്ടം വരും. കണ്ടോ ഈ വളത്തിൻ്റെ കളർ കണ്ടോ, ഞാൻ ഇങ്ങോട്ട് ഒഴിക്കാൻ നോക്കിക്കോണേ. കണ്ടോ നല്ല കറുപ്പ് കളറിൽ കാപ്പി പോലെ വരുന്നത് കണ്ടോ. ഇങ്ങനെ മിച്ചം വരുന്ന വളത്തിനെ ഇതിപ്പം ഈ വരുന്നത് ഈ മഴക്കാലത്ത് ഇത് മുഴുവൻ ചെടിക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്ന പണി എന്നാണെന്നറിയോ, അങ്ങോട്ട് നോക്കാം, ഒരു പാത്രം കാണാവേ. ഇത് കണ്ടോ ഒരു പാത്രം കണ്ടോ, ഈ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചടച്ചു വെക്കും കണ്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടപ്പം ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ടാപ്പ് തുറന്നാൽ മതി, അതിക്കടെ വളം ഒഴുകി വരും. ഇപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് ചെടിയുടെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ചെടിയാണേ. അപ്പം നിങ്ങൾക്കറിയാം മധുരക്കിഴങ്ങ് ഇതുപോലെ കണ്ടോ വേര് വരുന്നുണ്ടോ, ഈ തണ്ടയിലെല്ലാം ഇങ്ങനെ വേര് വരും കണ്ടോ. ഈ വേരുകളാണ് മധുരക്കിഴങ്ങായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിങ്ങനെ പുറത്തോട്ട് നിന്നിരുന്നതിനെ എല്ലാം ഞാൻ പിടിച്ചിട്ട് ഇത് കണ്ടോ വേര് നോക്കി, ഇതുണ്ടോ കണ്ടോ. ഇതെന്നെ ഇങ്ങനെ മണ്ണിലേക്ക് ചെരിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറേശ്ശെ മണ്ണ്, ഒത്തിരി മണ്ണിട്ടാൽ ചെടി അഴുകിപ്പോവും കേട്ടോ, കുറേശ്ശെ മണ്ണ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനകത്ത് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാ ഭാഗത്തും കൊടുക്കാം. ഞാൻ ഇവിടെ മാത്രം ഇട്ട് നിങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് നട്ടിരിക്കുന്നവരൊക്കെ ഇതുപോലെ ഈ വള്ളിയായിട്ട് നീണ്ടു പോകുന്നതിനെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് മുറിച്ച് കളയാം, അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിലേക്ക് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പാത്രത്തിനകത്ത് വെറും 3 ചുവട് മാത്രം നടാനായിട്ടാണ് നട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ വള്ളി വീശി വരും, അത് മേളിലോട്ട് നട്ടിട്ട് കാര്യമില്ല എന്ന് എന്നോട് ആൾക്കാർ പറഞ്ഞു തന്നു. നമ്മുടെ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുവാണേ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പം നല്ലപോലെ നമുക്കൊരു 3 മാസം കൊണ്ട് മധുരക്കിഴങ്ങ് വിളവെടുക്കാനായിട്ട് പറ്റും. നമ്മളിത് ഇത്രയും സാധനം, കുറച്ച് പയറ്, കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് സാലഡ് കുക്കുംബർ, കുറച്ച് പീച്ചിൽ, കുറച്ച് പച്ചമുളക്, ഇതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.